അപ്പം എക്സാമിൻ്റെ ആ ഒരു സമയത്ത് നമുക്ക് നല്ല ടെൻഷനായിരുന്നു. ശരിക്കും ടെൻഷൻ അടിച്ചത് ദേവിക മിസ്സാണ്. കാരണം ദേവിക മിസ്സാണ് അവരുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കൊടുത്തത്. ദേവിക മിസ് അത് ഞാൻ പ്രിപ്പറേഷൻ കൊടുത്തത്. അതിൽ ഗ്രാമർ മിസ്റ്റേക്സ്, പിന്നെ നോമൻ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് വരുമ്പോഴും അതും ഒരു എന്തായിരുന്നു, ഒരു വലിയൊരു ഹിൻഡ്രൻസ്. അവരെപ്പോഴും വിളിക്കും, മാഡം മെഡിക്കൽ ടേംസ് പറഞ്ഞുതരുമോ, അത് പറഞ്ഞുതരുമോ, ഇത് പറഞ്ഞുതരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും വിളിക്കുന്ന പിള്ളേരാണ്. ശല്യം ചെയ്യുന്നല്ലോ പറയുന്നത്. ഹലോ, എൻ്റെ പേര് കൃതിക. ലാൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ പേര് ദേവിക. ഞാനിപ്പോൾ ലാൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ 12th സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. എല്ലാ സ്റ്റുഡൻസും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 4 മൊഡ്യൂൾസ് പാസ്സായിട്ടുണ്ട്. ഓക്കെ, ദേവിക മിസ് എന്താണ് അതിൻ്റെ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ആസ് എ ടീച്ചർ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. എക്സാം കഴിഞ്ഞ അന്ന് മുതൽ തന്നെ സ്റ്റുഡൻസിന് ഭയങ്കര ടെൻഷനായിരുന്നു റിസൾട്ടിനെ പറ്റി. അപ്പോൾ ഡെയിലി അവർ വിളിക്കുമായിരുന്നു, എന്തായാലും റിസൾട്ട് എപ്പോൾ വരും, ജയിക്കോ അതോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കോ, മേ ബി തോറ്റുപോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ അയച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് കാണിച്ചില്ല. ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവരും പാസ്സാവും. എനിക്ക് ഉറപ്പായിരുന്നു എല്ലാവരും എന്തായാലും പാസ്സാവും. കാരണം നല്ല ക്യാപ്പബിലിറ്റി ഉള്ള പിള്ളേരായിരുന്നു. അവരൊരുപാട് ഹാർഡ് വർക്കും ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടുന്ന ഉറപ്പായിരുന്നു. പിന്നെ റിസൾട്ട് വരുന്ന അന്ന് ഫസ്റ്റ് അത് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വിളിച്ചിട്ട്, മാഡം ഫോൺ കട്ടാക്കല്ലേ, റിസൾട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ മാഡം ഹോൾഡ് ചെയ്ത് വെക്കണം, അപ്പോൾ മാഡത്തിന് മുമ്പ് തന്നെ എനിക്ക് ആ റിസൾട്ട് തുറക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആസ് എ ടീച്ചർ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ആദ്യമായിട്ട് നമുക്കൊരു അപ്രിസിയേഷനും കിട്ടുന്നുണ്ട്, പിന്നെ അവർക്ക് നമുക്ക് അത്രയും വാല്യൂ തരുന്നുണ്ട്. അപ്പോൾ അവർ തുറന്നപ്പോൾ പാസ്സായെന്ന് കണ്ടു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അതിന് തൊട്ട് പുറമെ ബാക്കി 8 പേരും വിളിച്ചു. സെയിം അവസ്ഥ, എല്ലാവരും ഭയങ്കര താങ്ക്സ് പറയുന്നു. പക്ഷെ അവരുടെ ഹാർഡ് വർക്കായിരുന്നു. അറ്റ് ദ സെയിം ടൈം അവർ നമ്മളോട് താങ്ക്സ് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി. എല്ലാവരും ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ പാസ്സായി, ഭയങ്കര ഹാപ്പി ആയിരുന്നു. എക്സാം റിസൾട്ടിന് ഒരാഴ്ച മുമ്പ് തൊട്ടേ നമുക്കെല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മുടെ സ്റ്റുഡൻസ് ആണല്ലോ എക്സാം എഴുതുന്നത്. അത് മാത്രമല്ല ലാൻസ്റ്റിറ്റ്യൂട്ടിലെ ഫസ്റ്റ് ടെൽക്ക് ബാച്ചും കൂടെ ആയിരുന്നു. അപ്പോൾ എങ്ങനെയാകും എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ റിസൾട്ട് വരുന്നതെന്ന് എനിക്ക് ആ ഒരു കാര്യം ഞാൻ ഓർക്കുന്നില്ലായിരുന്നു. ഞാൻ വേറൊരു സ്റ്റുഡൻറ്റ് ഒരു അസസ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റുഡൻസിൻ്റെ കോൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം ഞാൻ അസസ്മെൻറ്റ് എടുക്കുന്നത് കൊണ്ട് ഞാൻ അത് മൈൻഡ് ആക്കാതിരുന്നു. നമ്മൾ എന്താണെന്ന് കാര്യങ്ങൾ ഓർക്കുന്നില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സ്റ്റുഡൻസും വിളിച്ചപ്പോഴാണ് മനസ്സിലായത് റിസൾട്ട് വന്നു, പാസ്സാവുകയും ചെയ്തു. അതറിഞ്ഞപ്പോൾ ശരിക്കും നല്ല ഹാപ്പിയായി. ക്ലാസ്സിൽ എല്ലാ സ്റ്റുഡൻസും നല്ല എക്സ്ട്രോവേർട്ടാണ്, എല്ലാ കാര്യങ്ങൾക്കും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ക്ലാസ്സാണ്. അതായത് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ബാക്കി എന്ത് കാര്യത്തിലാണെങ്കിൽ ഇപ്പം പ്രോഗ്രാം വന്നു, ഓണത്തിൻ്റെ പ്രോഗ്രാം വന്നു, അതിനാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരുപോലെ ആക്റ്റീവായിട്ടിരിക്കുന്ന സ്റ്റുഡൻസാണ്. പ്രത്യേകിച്ച് ജോയൽ. അപ്പോൾ ഈ ജോലിൻ്റെ കാര്യം പറയുമ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദിവസം എന്തോ കാര്യമായിട്ട് പറഞ്ഞതാണ്, പക്ഷേ അതങ്ങോട്ട് ആ തമാശ അങ്ങ് വർക്കായില്ല. അന്ന് കുറേ ചിരിച്ചു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു അതുപോലെ ഞാൻ ചിരിച്ച് എനിക്ക് വയറുവേദന എടുത്തിട്ട് തീരെ മേലായിരുന്നു. അങ്ങനെ നമ്മൾ ചിരിപ്പിച്ച് ഫുൾ ഫണ്ണായിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഇതിലുള്ളത്. പിന്നെ ഫാരിസ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻ്റ് ഉണ്ട്. ഫാരിസിന് കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിരുന്ന് പോകും. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം, ആ ക്ലാസ്സിലുള്ള എല്ലാവരും ഭയങ്കര ഫുഡിയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സൈൻ ലബാൻ ഓർഡർ ചെയ്യും, മന്തി ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഫുള്ള് ഫുഡടി ആയിരുന്നു അവിടെ മെയിൻ. പഠിത്തമുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫുഡടി ആയിരുന്നു മെയിനായിട്ട് പോയത്. അപ്പോൾ ഈ ഫുഡിൻ്റെ കാര്യമൊക്കെ നമ്മൾ അവിടെ പോയപ്പോൾ അത് കഴിച്ചായിരുന്നു, ഇത് കഴിച്ചായിരുന്നു ഒക്കെ സ്റ്റുഡൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അത് പറയുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിരുന്ന് പോകും. കൃതിക മാം പറഞ്ഞതുപോലെ തന്നെ ഫുള്ള് പഠിപ്പിന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരിക്കുക, അത് ഫുൾ ടൈം കളിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നില്ല. നേഴ്സുമാരായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി മെച്യൂരിറ്റി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അവർ ഫുള്ള് ഫണ്ണായിരുന്നു. നമുക്ക് ക്ലാസ്സിൽ ഒരിക്കലും ബോറടിക്കത്തില്ല. ഫുൾ ടൈം നമ്മൾ എൻഗേജ് ആയിരിക്കും. ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കും. പിന്നെ ഫുഡിൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഇപ്പോൾ നല്ല മാർക്ക് കിട്ടി അപ്പോൾ തന്നെ അവർ പറയും എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാമെന്ന് പറയും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കും. ഓക്കെ, എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ പഠിച്ച വലിയൊരു ലെസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും അതിനുള്ള റിസൾട്ട് കിട്ടും. ഇവരുടെ ബാച്ച് B2 എക്സാം എനിക്ക് തോന്നുന്നു ഒക്ടോബർ 23 അല്ലേ എഴുതിയത്? 23 എഴുതി. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ നെക്സ്റ്റ് ഒരു B2 ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ എപ്പോഴും അവരോട് പറയായിരുന്നു, ആ ബാച്ചിൽ എനിക്ക് നല്ല ഹോപ്പ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ആവണം. അതുപോലെ തന്നെ നല്ലൊരു റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്നതിന് ശേഷം ഇവർക്ക് വീണ്ടും പഠിക്കാനൊരു ഇൻട്രസ്റ്റ് വന്നു. അത് മാത്രമല്ല എന്നിലൊരു ട്രസ്റ്റ് വന്നു. മാഡം ഉണ്ടായാൽ പാസ്സാവാൻ പറ്റും. പക്ഷേ എൻ്റെ മാത്രമല്ല, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും, നന്നായി പാസ്സാവാനും പറ്റും. അപ്പോൾ അവരുടെ റിസൾട്ട് കൊണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ആയാലും എല്ലാവർക്കും കൂടെ പഠിച്ചവർ, നമ്മുടെ കൂടെ കണ്ടവർ, അവർക്ക് നല്ല റിസൾട്ട് വന്നു, അവരെല്ലാവരും പാസ്സായി. അപ്പോൾ അവർക്ക് വീണ്ടും പഠിക്കാൻ നല്ലൊരു മോട്ടിവേഷനായിരുന്നു. ഓക്കെ, ഞാൻ ശരിക്കും ഗോയിത്തെ ട്രെയിനറാണ്. ദേവിക മിസ് ടെൽക്കിൻ്റെ ട്രെയിനറായിരുന്നു. ഇന്നത്തെ കാലത്ത് കുറേ സ്റ്റുഡൻസ് ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്, പക്ഷെ ആർക്കും അതിൻ്റെതായ ഒരു സീരിയസ്നെസ് ഇല്ല. ലാംഗ്വേജ് ശരിക്കും ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്.
അപ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ കാണുമ്പോഴേ നമുക്ക് എന്താണ് ലാംഗ്വേജ് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റത്തില്ല. പല സ്റ്റുഡൻസും ലാംഗ്വേജിനെ നോർമൽ നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ഒരു സബ്ജക്റ്റായി കാണുകയാണ്. ജസ്റ്റ് എന്തോ ഗ്രാമർ കാണാൻ പഠിക്കുക, റൂൾ കാണാൻ പഠിക്കുക, അങ്ങനെ മാത്രമേ അവർ പഠിക്കുന്നുള്ളൂ. അല്ലാണ്ട് ആരും അത് റിയൽ ലൈഫിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. നമ്മളൊരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ എന്താ, നമ്മുടെ സറൗണ്ടിങ്സ് മൊത്തം ആ ഒരു ലാംഗ്വേജിനെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ആ ലാംഗ്വേജ് പഠിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എക്സാം പാസ്സാകാത്തതിൻ്റെ മെയിൻ റീസൺ പ്രോപ്പറായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കിട്ടാത്തതുകൊണ്ടാണ്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഞാൻ കണ്ടതിൽ വെച്ച് എന്താണ് എക്സാം പാസ്സാകാത്ത കുട്ടികളാണ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. അതായത് അവർക്ക് തന്നെ പല കാര്യങ്ങളും അറിയില്ല. അവർ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്താണ് സ്റ്റുഡൻസിനും പല കാര്യങ്ങളും കിട്ടത്തില്ല, പല ഇൻഫർമേഷൻസ് അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒരു റീസൺസ് ആണ് സ്റ്റുഡൻസ് എന്താണ് എക്സാം വെറുതെ അറ്റൻഡ് ചെയ്യുന്നല്ലാണ്ട് പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് കംപ്ലീറ്റ് മനസ്സിലാക്കി അറ്റൻഡ് ചെയ്യുന്നില്ല. സ്റ്റുഡൻസിന് ഏറ്റവും ടഫായിട്ട് ഉള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്പീക്കിംഗ് ആണ്. കാരണം ഇവർ ജസ്റ്റ് ഒരു തിയററ്റിക്കൽ നോളജോ അല്ലെങ്കിൽ ബുക്കിൽ പഠിച്ചത് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് സ്പീക്കിംഗ് ചെയ്ത് പാസ്സാകാൻ വേണ്ടി പറ്റില്ല. അവർക്ക് നല്ലൊരു നോളജും നല്ലൊരു വൊക്കാബ് ഉണ്ടെങ്കിൽ മാത്രമേ സ്പീക്കിംഗ് എക്സാം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, അത് ഓവർകം ചെയ്യാനും അത് പാസ്സാകാൻ വേണ്ടി പറ്റും. പിന്നെ ടെൽക്കിൻ്റെ ഡിജിറ്റലിൽ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് ഷൈബലാണ്. കാരണം ഡിജിറ്റലാണ്, 30 മിനിറ്റ്സിനുള്ളിൽ അവർ അതൊന്ന് എഴുതി തീർക്കണം. അപ്പോൾ അതാവുമ്പോഴും അതിൽ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പിന്നെ അതിൽ ഗ്രാമർ മിസ്റ്റേക്സ്, പിന്നെ നോമൻ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് വരുമ്പോഴും അതും ഒരു എന്തായിരുന്നു ഒരു വലിയൊരു ഹിൻഡ്രൻസ്. സ്റ്റുഡൻസായിട്ട് ഇപ്പോഴും നല്ല കോൺടാക്റ്റിലാണ്. ഈ സ്റ്റുഡൻസ് എന്നല്ല, നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഏത് സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മൾ നല്ലൊരു കോൺടാക്റ്റിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇടയ്ക്ക് മെസ്സേജ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ഇപ്പോഴും നല്ലൊരു കോൺടാക്റ്റിൽ തന്നെയാണ് പോകുന്നത്. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ അവർക്ക് ഇൻ്റർവ്യൂ, എംപ്ലോയർ ഇൻ്റർവ്യൂ, അതുപോലത്തെ ഒരു ഇൻ്റർവ്യൂ എന്തെങ്കിലും സ്ക്രീനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെപ്പോഴും വിളിക്കും, മാഡം മെഡിക്കൽ ടേംസ് പറഞ്ഞുതരുമോ, അത് പറഞ്ഞുതരുമോ, ഇത് പറഞ്ഞുതരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും വിളിക്കുന്ന പിള്ളേരാണ്. ഞാൻ വെറും എക്സാം പ്രിപ്പറേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു. അതിന് തൊട്ട് മുന്നേ വരെ B2 വരെ കൃതികാ മാം ആയിരുന്നു ക്ലാസ് ഹാൻഡിൽ ചെയ്തത്. B2 വരെ ഞാനാണ് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചത്. അതിന് ശേഷമാണ് സ്റ്റുഡൻസ് ടെൽക്ക് എക്സാം ചൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് ദേവിക മിസ് സ്റ്റുഡൻസിന് പ്രിപ്പറേഷൻ വരുന്നത്. പ്രിപ്പറേഷൻ്റെ സമയത്ത് ശരിക്കും ദേവിക മിസ് നല്ലപോലെ ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല സ്റ്റുഡൻസും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരെ ഹാർഡ് വർക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് സ്റ്റുഡൻസിന് ഇതുവരെ എത്തിച്ചേരാൻ പറ്റിയതും അവർക്ക് എന്താണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ പറ്റിയതും. ദേവിക മിസ്സിൻ്റെ ക്ലാസ്സിന് ഈ മാസം 20-നല്ലേ, ഈ മാസം 20-നാണ് എക്സാം. അപ്പോൾ ആ സ്റ്റുഡൻസിന് മേലെ നമുക്ക് നല്ലൊരു ഹോപ്പ് ഉണ്ട്. അവർക്ക് എക്സാം ഡിസംബർ 20-നാണ്. അപ്പോൾ അവരും നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നല്ലൊരു റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കുന്നു.